ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് 3 ടൈപ്പിലുള്ള ഗ്രാഫാണ് ലഭിക്കുക. ഒന്ന്, യുണീക്ക് സൊല്യൂഷൻ്റെ ഗ്രാഫ് 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിന്റെ ഗ്രാഫ് കോ ഇൻസിഡന്റ് ലൈൻസ്, അഥവാ ഒരു ലൈനിന്റെ മുകളിലൂടെ മറ്റൊരു ലൈന്. നോ സൊല്യൂഷൻ ആണെങ്കിൽ 2 പാരലൽ ലൈൻസ് ആണ് നമുക്ക് ലഭിക്കുക. ഇതിൽ യുണീക്ക് സൊല്യൂഷൻ വരുന്ന 2 ഇക്വേഷന്റെ ഗ്രാഫാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ആ കാര്യം വിശദീകരിക്കാം. നോക്കൂ, ഇപ്പോ നമുക്ക് തന്നിട്ടുള്ള 2 ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നും എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്നുമാണെന്ന് ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ഇക്വേഷന്റെ ഗ്രാഫ് വരക്കുന്നു. ഒന്നാമത്തെ ഇക്വേഷന്റെ ഗ്രാഫ് വരക്കാൻ നമുക്ക് ഏതൊരു ഇക്വേഷന്റെയും ഗ്രാഫ് വരക്കാൻ നമുക്ക് മിനിമം 2 പോയിന്റ് മതി. അപ്പൊ നമ്മൾ എക്സ് വൈ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുന്നു. അപ്പൊ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 പ്ലസ് വൈ അഥവാ വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ വൈൻ്റെ വാല്യൂ 5 ആണ്. ഇനി ഞാൻ വൈക്കാണ് 0 കൊടുക്കണമെങ്കിൽ, എവിടെയാണ് 0 കൊടുക്കണമെങ്കിൽ എക്സ് പ്ലസ് 0, അപ്പൊ എക്സിന് നമുക്ക് 5 കിട്ടും. അപ്പൊ 0, 5, 5, 0 എന്നതാണ് ഈ 2 പോയിന്റുകൾ. നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പോയിന്റുകൾ വെച്ചിട്ട് ഗ്രാഫ് വരക്കാം. ഇപ്പോ എക്സ് ആക്സിസിൽ ഇതാണ് വൈ ആക്സിസ്, ഇത് ഒറിജിൻ, ഇത് എക്സ് ആക്സിസ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, 0, 5 ആണ്. അപ്പോൾ 0, 5 എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് 5, 0 ആണ്. അപ്പോൾ 5, 0 എന്നുള്ള പോയിന്റ് ഇതാണ്. ഇനി ഈ 2 പോയിന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, യോജിപ്പിച്ചിട്ട് ഈ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ദിസ് ഈസ് ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഇനി നമ്മൾ രണ്ടാമത്തെ ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്നതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരക്കുന്നത്. ഇവിടെ നമ്മൾ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കണം. ഫസ്റ്റ് എക്സിന് നമ്മൾ 0 കൊടുത്താൽ നോക്കൂ, 0 മൈനസ് വൈ ഈക്വൽ ടു 1 കിട്ടും, വൈ ഈക്വൽ ടു -1 കിട്ടും. ഇനി വൈക്ക് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിലോ എക്സിന് 1 എന്നും കിട്ടും. അപ്പൊ 0, -1, 1, 0 എന്നീ 2 പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ 0, -1 എന്ന് വരുമ്പോൾ ഇവിടെ വാല്യൂ -1 ആണ്, ഇത് -2, അങ്ങനെ പോകണല്ലോ. ഇനി അപ്പൊ 0, -1 എന്നത് ഈ പോയിന്റ് ആയിരിക്കും, 1, 0 എന്നത് ഈ പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റിലൂടെ നമ്മൾ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ, നമ്മൾ ഈ 2 പോയിന്റിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരിക. ദിസ് ഈസ് ദ ലൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് നോക്കൂ, ഇതാണ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്. ഇത് നമുക്ക് എക്സ് ആക്സിൽ വൈ ആക്സിലും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് 3, 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ 3, 2 ആണ് ഇതിന്റെ സൊല്യൂഷൻ. അഥവാ എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 2 എന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ. നോക്കൂ, നമ്മൾ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 3 + 2 ഈക്വൽ ടു 5 എന്ന് കിട്ടും, 3 - 2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. Therefore, this is the solution. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഗ്രാഫിക്കൽ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരക്കാം. ഇനി ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6, 4x മൈനസ് 2y ഈക്വൽ ടു 4. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ വെച്ചോളൂ, ഗ്രാഫ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ഉണ്ടാക്കുക, എക്സ് വൈ. എക്സിന് നമ്മൾ ആദ്യം തന്നെ 0 കൊടുത്താൽ വൈ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. കാരണം ഇവിടെ 0 കൊടുക്കുമ്പോൾ വൈ ഈക്വൽ 6. ഇനി ഇവിടെ നമുക്ക് വൈക്ക് 0 കൊടുത്താലോ,
2x ഈക്വൽ ടു 6 അഥവാ x ഈക്വൽ 3 എന്നാവും. അല്ല ശ്രദ്ധിക്കുക, ഇവിടെ yക്ക് 0 കൊടുക്കുമ്പോൾ 2x ഈക്വൽ ടു 6 x ഈക്വൽ 3. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഗ്രാഫ് വരക്കാം. x ആക്സിസ്, y ആക്സിസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. 1 2 3 4 1 2 3 4 5 6. അതേപോലെ നെഗറ്റീവ് പോയിന്റ് താഴോട്ട് -1 -2 -3 -4. അഗെയിൻ -1 -2 -3 -4. ഇനി നോക്കൂ, നമുക്ക് 0 6 എങ്ങനെയാണ് 0 6 എന്നുള്ള പോയിന്റ്, ഇതാണ് 0 6 എന്നുള്ള പോയിന്റ്. ഇനി 3 0 എന്ന് പറയുമ്പോൾ ഏതാണ് ആ പോയിന്റ് വരിക, ഇതാണ് 3 0 എന്നുള്ള പോയിന്റ് വരിക. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലൈന് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ 2x + y = 6 എന്നതിൻ്റെ ഗ്രാഫ്. ഇനി നമ്മൾ രണ്ടാമത്തേൻ്റെ ഗ്രാഫ് വരക്കാൻ പോവാണ്. രണ്ടാമത്തേൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ 4x - 2y = 4. ഇതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. നോക്കൂ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിലേക്കായിട്ട് പോയിന്റ് നോട്ട് ചെയ്യാണ്. എക്സ് വൈ. എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ എത്ര കിട്ടുക, ഇവിടെ 0 ആയി. -2y = 4 എന്നാവും. എക്സിന് 0 കൊടുത്താൽ -2y = 4, y = -2. ഇനി വൈക്കാണ് നമ്മൾ 0 കൊടുക്കുന്നതെങ്കിലോ 4x = 4, x = 1 എന്നാവും. അപ്പോൾ നമ്മൾ 0 - 2 എന്ന പോയിന്റ് ഏതാ, ഇതാണ് 0 - 2 എന്നുള്ള പോയിന്റ്. പിന്നെ 1 0 എന്നുള്ള പോയിന്റ്, ഇതാണ് പോയിന്റ്. ഇനി നമുക്ക് ഒരു പോയിന്റും കൂടെ ഈ ലൈനോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു പോയിന്റ് കൂടി കിട്ടിയാൽ എന്താണ്, നമുക്ക് ഈ ലൈൻ വരക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് കൂടി ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ 2 എന്നുള്ള പോയിന്റ് എക്സിന് കൊടുത്ത് തിരിച്ചോളൂ. സപ്പോസ് എക്സിന് 2 എന്നുള്ള പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8 ആണ് വരിക. 8 - 4 × 2 8 ആയല്ലോ. 8 - 2y = 4. അപ്പോൾ ഈ 8 അപ്പുറത്ത് പോകുമ്പോൾ -2y = 4 - 8 എന്ന് പറഞ്ഞാൽ -2y = -4, y = 2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ 2 2 വരും. അപ്പോൾ 2 2 എന്നുള്ള പോയിന്റ് ഏതാണ് വരിക, x2 ആണ്, y2 ഇതാണ്, ഈ പോയിന്റാണ് വരിക. ഇതാണ് x2 y2 എന്നുള്ള പോയിന്റ്, ഈ പോയിന്റാണ്. ഇനി നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് മൂന്നും കൂടെ ടച്ച് ചെയ്യുന്ന ഈ ലൈനാണ് കിട്ടുക. നോക്കൂ, ദിസ് ഈസ് ദ പോയിന്റ്, ദിസ് ഈസ് ദ ലൈൻ 4x - 2y = 4. അപ്പോൾ ഈ രണ്ട് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ്, ദിസ് പോയിന്റ്, ഈ പോയിന്റ് എന്താ പറയുക, നമ്മൾ x2 ആണ്, y2 ആണ്. സോ 2 2 എന്നതാണ് ഈ പോയിന്റ്. ഇതാണ് അതിൻ്റെ ഈ ഗ്രാഫിക്കലി അതിൻ്റെ സൊല്യൂഷൻ 2 2 ആണ്.